പുലിയും കാട്ടാനകളും കാട്ടുപോത്തുകളും ഇഴജന്തുക്കളും നിറഞ്ഞ കൊടുങ്കാട്ടിലൂടെ കാൽനടയായി കല്ലും മുള്ളും കയറി കഠിനതകൾ കടന്ന് കിലോമീറ്ററുകൾ താണ്ടാൻ അയ്യപ്പ ഭക്തരെത്തണമെങ്കിൽ ഈ പൂങ്കാവനത്തിന് എന്തോ പറയുവാനുണ്ട്. അതെ, അയ്യപ്പസ്വാമിയുടെ അവതാരോദ്ദേശത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുമുട്ടുന്നതാണ് ഈ കാനന യാത്രയുടെ പ്രത്യേകത. മഹിഷാസുരമർദ്ദനം മുതൽ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആ അവതാര പിറവിക്ക് പിന്നിലെ കാര്യകാരണങ്ങൾ, ചരിത്രവും ഐതിഹ്യങ്ങളും സ്പർശിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. പേട്ടതുള്ളി വാവരുസ്വാമിയെ വണങ്ങി എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനത്തോടെ ശരണം വിളികളുമായി ശബരിമല യാത്ര തുടങ്ങുന്നു. വിശ്വാസ വൈവിധ്യങ്ങൾ അഭിമുഖമായി നിൽക്കുന്ന ഈ കവാടങ്ങൾ മതസൗഹാർദ്ദം നിലനിർത്തുന്ന പ്രതീകങ്ങൾ കൂടിയാണ്. എരുമേലിയിൽ നിന്നും വാഹനത്തിൽ നിലയ്ക്കൽ വഴി പമ്പയിലെത്തുന്ന ഭക്തരാണ് ഭൂരിഭാഗവും. പക്ഷേ കല്ലും മുള്ളും കാട്ടുമൃഗങ്ങളും നിറഞ്ഞ പരമ്പരാഗത കാനനപാതയിലൂടെ 50 കിലോമീറ്ററോളം നടന്ന് പമ്പയിലെത്തി അവിടുന്ന് സന്നിധാനത്തേക്ക് മല ചവിട്ടുന്നവർ വർഷം തോറും കൂടി വരികയാണ്. മാലയിട്ട് വ്രതമെടുത്ത് അത് ഊരും വരെ ഏവരും അയ്യപ്പസ്വാമി എന്ന സമഭാവനയോടെ കയറുന്ന ഈ പുണ്യമല പുതുജന്മത്തിലേക്കുള്ള ഒരു 18ാം പടിയാണ്. എരുമേലി ജംഗ്ഷനിൽ നിന്നും മുണ്ടക്കയം റൂട്ടിലേക്ക് 3 കിലോമീറ്റർ വരുമ്പോൾ പേരൂർ തോട് കാണാം. അയ്യപ്പസ്വാമി യാത്രക്കിടെ വിശ്രമിച്ച ഇടമായി കരുതപ്പെടുന്ന ഈ ഭാഗത്തെ തോട്ടിലെ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നത് ഒരു പുണ്യമായി കരുതപ്പെടുന്നു. പേരൂർ തോട് കടന്ന് ഇരുമ്പൂന്നിക്കരയിലേക്ക് കയറിയാൽ നാം വനപ്രദേശത്തിൻ്റെ പരിധിയിലേക്ക് കയറിക്കഴിഞ്ഞു. ഇവിടം മുതൽ അയ്യപ്പൻ്റെ പൂങ്കാവനം എന്നാണ് അറിയപ്പെടുന്നത്. ഇരുമ്പൂന്നിക്കരയിലെ ശ്രീ മഹാദേവ ദേവീ ക്ഷേത്രം കടന്നെത്തുന്നത് അടുത്തുള്ള ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ്. സമീപത്തെ കടയിൽ അയ്യപ്പന്മാർക്ക് ഒരു അന്നദാന കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ഇരുമ്പൂന്നിക്കരയിലെ മസ്ജിദ് ഇരിക്കുന്ന വഴി അവസാനിക്കുന്നത് കാനനപാത തുടങ്ങുന്നതിന് മുന്നേയുള്ള ശ്രീ ബാലഭദ്ര ദേവീ ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിലും മണ്ഡലകാലത്ത് അയ്യപ്പന്മാർക്ക് അന്നദാനവും മറ്റ് സൗകര്യങ്ങളും സജ്ജമാക്കാറുണ്ട്. ഇവിടം വരെയാണ് വാഹനങ്ങൾക്കെത്താനുള്ള സ്വാഭാവിക റോഡുള്ളത്. ഇനി നടക്കുന്നത് കാനനപാത ആരംഭിക്കുന്ന കോയിക്കക്കാവ് വനം ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കിയാണ്. റോഡ് അവസാനിച്ച് കാടിൻ്റെ പാതയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കൊടും വനം കാണാനിരിക്കുന്നതേ ഉള്ളുവെങ്കിലും ഇവിടെയും കാട്ടാനകളുടെയും കാട്ടുപോത്തുകളുടെയും സാന്നിധ്യം വനപാലകർ ഈ വർഷവും കണ്ടെത്തിയിരിക്കുന്നു. ഈ കൊച്ചരുവികൾ യാത്രാരംഭത്തിൽ കണ്ണിന് കുളിരേകുന്നുവെങ്കിൽ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാദങ്ങളെ കുളിരണിയിക്കുകയും ചെയ്യും. അത്രമേൽ തണുത്ത നീരുറവയാണ് കാട്ടിലൂടെ ഒഴുകി വരുന്നത്. എരുമേലിയിൽ നിന്നും പമ്പ വരെ കാൽനടയായി പല മലകൾ കയറിയിറങ്ങി അതിനിടയിലെ പുണ്യസങ്കേതങ്ങളും ദർശിച്ചു വേണം പോകാൻ. കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയായി കഠിനതകൾ സഹിക്കാൻ മനസ്സുള്ളവരാണ് ഈ പാത പിന്തുടരുന്നത്. ഓരോ കാൽച്ചുവടും വയ്ക്കുമ്പോൾ കാണുന്ന വനസൗന്ദര്യത്തിനുമപ്പുറം വന്യമായ ഗന്ധം ജീവശ്വാസമായി നമ്മിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങുന്നു. വിവിധ തരം അട്ടകളെ ഈ വഴിയിലുടനീളം കാണാം. കിളികളുടെയും ചീവീടുകളുടെയും ശബ്ദങ്ങൾക്ക് കാതോർത്ത് പകലിൻ്റെ സൂര്യപ്രഭയിൽ ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് മറ്റൊരു ലോകത്തേക്ക് കടന്ന പ്രതീതി. അങ്ങകലെ മലനിരകൾ തലപൊക്കി നിൽക്കുന്ന ദൃശ്യ മനോഹാരിത ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൂടി നമ്മുടെ ചിന്തകളെ എത്തിക്കുന്ന നിമിഷങ്ങൾ. 18 മലകൾക്ക് നടുവിലായാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓരോ മലയ്ക്കും മലദൈവ സങ്കല്പങ്ങളുമുണ്ട്. പ്രതിവർഷം 3 കോടിയിലധികം പേരാണ് ശബരിമല ദർശനം നടത്തുന്നത്. യാത്രയിൽ പലയിടത്തും ഇതുപോലെ ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുന്ന സ്റ്റാളുകൾ കാണാം. അരശുമുടി കോട്ടയാണ് ആദ്യത്തെ താവളം. ഇവിടെ അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാനും മറ്റും സൗകര്യങ്ങളുണ്ട്.
ഈ ചെക്ക് ഡാമിൽ നിന്നൊഴുകി വരുന്ന വെള്ളത്തിൽ മനസ്സും ശരീരവും തണുപ്പിക്കാനായി ഇറങ്ങിയതാണ് ഈ അയ്യപ്പന്മാർ. ഭൂമിയിൽ അയ്യപ്പൻ്റെ അവതാര ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത് ശിവഭക്തനായ പന്തളം രാജാവ് രാജശേഖര പാണ്ഡ്യനിൽ നിന്നാണ്. പണ്ടൊരിക്കൽ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പമ്പാ നദിയുടെ തീരത്ത് ഒരു ആൺകുഞ്ഞ് കിടക്കുന്നത് കാണാനിടയായി. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന രാജാവ് സന്തോഷിച്ചു. കഴുത്തിൽ സ്വർണ്ണമാല ഉണ്ടായിരുന്നതുകൊണ്ട് മണികണ്ഠൻ എന്ന് പേരിട്ട് അവനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി രാജകുമാരനായി വളർത്തി. അതിനിടയ്ക്ക് രാജാവിനും രാജ്ഞിക്കും ഇരട്ടി സന്തോഷമായി സ്വന്തം ആൺകുഞ്ഞു പിറന്നു. ആയോധന കലയിലും വിദ്യയിലും അസാമാന്യ നേട്ടം കൈവരിച്ച മണികണ്ഠൻ പന്തള രാജ്യത്തെ ആക്രമിക്കാനെത്തിയ വാവരെ പരാജയപ്പെടുത്തുകയും തെറ്റ് തിരിച്ചറിഞ്ഞ് പിന്നീട് മണികണ്ഠൻ്റെ ഉറ്റ സുഹൃത്തായി തീരുകയും ചെയ്തു അത്രേ. രാജ്യഭരണം വീരനായ മണികണ്ഠനെ ഏൽപ്പിക്കുവാൻ രാജാവ് തീരുമാനിച്ചെങ്കിലും രാജ്ഞി സ്വന്തം മകനെ യുവരാജാവാക്കാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി മന്ത്രിയുടെ നിർദ്ദേശത്താൽ ചില കുതന്ത്രങ്ങൾ പരീക്ഷിച്ചു. അങ്ങനെയാണ് അപൂർവ രോഗം ബാധിച്ചവളായി നടിച്ച് ഏക ഔഷധമായ പുലിപ്പാൽ വേണമെന്ന് കൊട്ടാരം വൈദ്യനിലൂടെ അറിയിക്കുന്നത്. കാട്ടിലേക്ക് പോകാൻ രാജാവ് എതിർത്തെങ്കിലും അമ്മയുടെ ജീവൻ രക്ഷിക്കുക തൻ്റെ പരമമായ ധർമ്മമാണെന്ന് പറഞ്ഞ് രാജാവിനെ ആശ്വസിപ്പിച്ച് പുലിപ്പാൽ തേടി യാത്ര തിരിച്ചു. ഐതിഹ്യങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കൂടിക്കലർന്ന ഈ ഭക്തിമാർഗത്തിൽ സ്വാമി അയ്യപ്പൻ്റെ അവതാര ലക്ഷ്യം നിറവേറിയതിന് നിമിത്തമായ സുപ്രധാന കേന്ദ്രങ്ങളാണ് ഇനി നാം ദർശിക്കുന്നത്. ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കാളകെട്ടിയാണ് അതിലൊന്ന്. പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠൻ അസുരവംശത്തിലെ മഹിഷിയെ നിഗ്രഹിക്കുകയുണ്ടായി. അതിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ശ്രീ പരമേശ്വരൻ തൻ്റെ വാഹനമായ കാളയെ കെട്ടിയിട്ട സ്ഥലമായതിനാലാണ് ഇവിടെ കാളകെട്ടി എന്നറിയപ്പെടാൻ കാരണമെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിന് സമീപത്തുകൂടി പോകുന്ന ഈ റോഡ് പമ്പാവാലി മുണ്ടക്കയം പാതയാണ്. ഈ പാത മുറിച്ചു കടന്നാൽ അഴുതക്കടവ് താവളത്തിലേക്കാണ് നാം എത്തുക. ഓരോ താവളങ്ങളും വരുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പരിധിയിലൂടെ ഭക്തരെ കടത്തിവിടുന്ന സമയക്രമങ്ങൾ എല്ലായിടത്തും എഴുതി വച്ചിട്ടുണ്ട്. വന്യമൃഗശല്യങ്ങൾ മൂലം സുരക്ഷയെ കരുതി ഭക്തർ ഒരു താവളത്തിൽ നിന്നും അടുത്ത താവളം വരെ എത്താനുള്ള സമയം കണക്കിലെടുത്ത് പരമാവധി പകൽ സമയത്താണ് കടത്തിവിടുന്നത്. ഇടുക്കി പീരിമേട്ടിൽ നിന്നുത്ഭവിക്കുന്ന അഴുതാ നദി കൊടുങ്കാട്ടിലൂടെ ഒഴുകി അഴുതക്കടവ് പിന്നിട്ട് കണമലയിൽ വച്ച് പമ്പാ നദിയിൽ ചേരുന്നു. മഹിഷി നിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസപ്രകാരം തീർത്ഥാടകർ അഴുത നദിയിൽ കുളിച്ച് ഒരു ചെറിയ കല്ലുമെടുത്ത് കല്ലിടാംകുന്ന് ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു. മുക്കുഴി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലാണ് ഈ താവളം. ഇനി അങ്ങോട്ടുള്ള വനപ്രദേശം പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്. മഹിഷി നിഗ്രഹത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ മഹിഷാസുരൻ മർദ്ദനം മുതൽ മനസ്സിലാക്കേണ്ടവയാണ്. അസുരരാക്ഷസനായ മഹിഷാസുരനെ ദുർഗാദേവി വധിച്ചതിൽ കലിപൂണ്ട സഹോദരി മഹിഷി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു പ്രത്യേക വരം നേടി. അതുപ്രകാരം പരമശിവനിൽ മഹാവിഷ്ണുവിന് ജനിക്കുന്ന 12 വയസ്സ് തികഞ്ഞ ഒരു പുത്രനല്ലാതെ മറ്റാർക്കും തൻ്റെ ജീവനെടുക്കാൻ സാധിക്കരുത് എന്നതായിരുന്നു ആ അസംഭവ്യ വരം. ഇതോടെ മഹിഷി അഹങ്കാരിയായി ദേവന്മാരെ അടക്കം ആക്രമിക്കാൻ തുടങ്ങി. ഒടുവിൽ ദേവന്മാർ അഭയം തേടി പരമശിവന് മുന്നിൽ വന്ന് സങ്കടമുണർത്തിച്ചു. അങ്ങനെയിരിക്കെയാണ് പാലാഴി കടഞ്ഞെടുത്ത അമൃത് തട്ടിയെടുത്ത അസുരന്മാരെ നേരിടാൻ മോഹിനി എന്ന അതിസുന്ദരി രൂപം പൂണ്ട മഹാവിഷ്ണു എത്തുന്നതും അവരിൽ നിന്നും വിദഗ്ധമായി അമൃത് തിരികെ കൈക്കലാക്കുന്നതും. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ മോഹിനി എന്ന സ്ത്രീ രൂപം ദർശിക്കാൻ പരമശിവൻ എത്തുകയും അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്യുന്നു. അവതാര ഉദ്ദേശത്തോടെ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആ കുഞ്ഞാണ് പന്തള രാജാവ് രാജശേഖര പാണ്ഡ്യന് പമ്പാ നദിക്കരയിൽ നിന്ന് ലഭിച്ച മണികണ്ഠൻ. ഹരിക്കും ഹരനുമുണ്ടായ പുത്രൻ എന്ന അർത്ഥത്തിൽ നിന്നാണ് ഹരിഹരസുതൻ എന്ന നാമധേയം ഉടലെടുക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ പ്രാഥമിക വൈദ്യസഹായം നൽകുന്ന ഒരു മെഡിക്കൽ യൂണിറ്റ് ഇവിടെ പലയിടത്തായി ഉണ്ട്. ഓരോ താവളങ്ങളും താണ്ടാനെടുക്കുന്ന ദൂരവും സമയവും മനസ്സിലാക്കി തരുന്ന ഒരു ഫ്ലെക്സ് അയ്യപ്പന്മാരെ സഹായിക്കാനായി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങാറുള്ള ഈ വഴിയിൽ പലയിടത്തും ആനപ്പിണ്ടം കാണാം. കാട്ടാന ശല്യം മൂലം വലിയ മരത്തിൻ്റെ ഏറ്റവും മുകളിലായാണ് ഇവിടത്തെ കടക്കാർ കടയടച്ചു പോകുമ്പോൾ അവരുടെ സാധന സാമഗ്രികൾ കയറ്റിവെക്കുന്നത്. ഇനി നാം കടക്കുന്നത് കല്ലിടാംകുന്ന് താവളത്തിലേക്കാണ്. അഴുതാ നദിയിൽ നിന്നെടുത്ത കല്ല്
കല്ലിടാം കുന്നിൽ നിക്ഷേപിക്കുന്ന ചടങ്ങാണ് അയ്യപ്പന്മാർ ഇവിടെ നടത്തുന്നത്. ദേവലോകത്തു നിന്നും മഹിഷി ഭൂമിയിൽ വന്ന് പതിച്ചത് അഴുതാ നദിക്കരയിലാണെന്ന് പറയപ്പെടുന്നു. ആ സമയത്താണ് പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠനുമായി മഹിഷി ഘോര യുദ്ധത്തിലേർപ്പെടുന്നതും മണികണ്ഠനാൽ നിഗ്രഹിക്കപ്പെട്ട് മഹിഷി ശാപമോക്ഷം നേടുന്നതും സ്ത്രീരൂപമായി മാറുന്നതും. മഹിഷിയുടെ ഭൗതിക ശരീരം കല്ലിട്ട് മൂടിയതിൻ്റെ പ്രതീകാത്മകമായാണ് കല്ലിടാം കുന്നിൽ കല്ലിടൽ ചടങ്ങ് നടത്തുന്നത്. ശാപമോക്ഷം നേടിയ ആ സ്ത്രീരൂപമാണ് മാളികപ്പുറത്തമ്മയായി ആരാധിക്കപ്പെടുന്നത്. എരുമേലിയിലെ പേട്ടത്തുള്ളൽ എന്ന പുണ്യനൃത്തം പ്രതിനിധീകരിക്കുന്നത് തിന്മയുടെ മേൽ നന്മയുടെ വിജയം എന്നതിനെയാണ്. ഇഞ്ചിപ്പാറ കോട്ടയിലാണ് നാം ഇപ്പോൾ. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. സ്വാമി അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഉടുമ്പാറ വില്ലൻ എന്ന മലദൈവ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഇവിടുന്ന് മല ഇറക്കമാണ്. സാമാന്യം വഴുക്കലുള്ള പാതയിലൂടെ വേണം ഇറങ്ങാൻ. ഒരു വശത്ത് വലിയ മരങ്ങൾ തല ഉയർത്തി നിൽക്കുമ്പോൾ മറുവശത്ത് നടപ്പാതയ്ക്ക് കുറുകെ കടപുഴുകി വീണ വൻമരങ്ങളും കാണാം. മുക്കുഴിയിലെത്തിയാൽ ഇവിടുത്തെ ദേവീക്ഷേത്രത്തിന് സമീപമുള്ള ഇടത്താവളത്തിൽ വിശ്രമിച്ച് മുന്നോട്ടുള്ള യാത്ര തുടരാം. മഹിഷി നിഗ്രഹത്തിലൂടെ അവതാര ഉദ്ദേശം നിറവേറ്റി പുലികളോടൊപ്പം കൊട്ടാരത്തിലെത്തിയ മണികണ്ഠ രാജകുമാരൻ ദേവലോകത്തേക്ക് മടങ്ങാനൊരുങ്ങവേ വളർത്തച്ഛനായ പന്തള രാജാവ് മകൻ്റെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതുപ്രകാരം ക്ഷേത്ര ആസ്ഥാനത്തിനായി മണികണ്ഠൻ അമ്പെയ്ത് അത് ചെന്ന് പതിച്ച സ്ഥലമാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഐതിഹ്യം. വള്ളിത്തോട് താവളത്തിൽ നിന്നും 12.25 കിലോമീറ്റർ താണ്ടണം പമ്പയിലെത്താൻ. രാമായണവുമായി ബന്ധപ്പെട്ട് ആദിവാസി ഗോത്രത്തിലെ ശബരി എന്ന തപസ്വിനി ശ്രീരാമ ഭഗവാന്റെ ദർശനത്തിനായി തപസ്സനുഷ്ഠിച്ച മലയാണ് ശബരിമല എന്ന് പറയുന്നത്. സീതയെ അന്വേഷിച്ച് ലക്ഷ്മണനോടൊപ്പം പോകവേ ഭഗവാൻ ശ്രീരാമൻ ശബരിയെ അനുഗ്രഹിക്കുകയും ഈ സ്ഥലം അവരുടെ പേരിൽ പ്രസിദ്ധമാകുമെന്ന് പറഞ്ഞുവത്രേ. വെള്ളാരം ചെറ്റ എന്ന താവളം കടന്നിരിക്കുന്നു. 10.4 കിലോമീറ്റർ ആണ് പമ്പ വരെയുള്ള ദൂരം. മകരവിളക്ക് ദിവസം ശബരിമലയിൽ എത്തിക്കുകയും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്യുന്ന തിരുവാഭരണം അയ്യപ്പൻ്റെ സ്വർണ്ണാഭരണങ്ങളാണ്. മകനായ മണികണ്ഠനെ യുവരാജാവായി വാഴിക്കുമ്പോൾ അണിയിക്കാൻ വേണ്ടി പന്തള രാജാവ് കരുതി വെച്ചിരുന്നതാണ് ഈ ആഭരണങ്ങൾ എന്ന് പറയപ്പെടുന്നു. പുതുശ്ശേരി താവളത്തിൽ നിന്നും 8 കിലോമീറ്ററാണ് പമ്പയിലേക്കുള്ള ദൂരം. ഇതിലൂടെ ഒഴുകുന്നത് കരിയിലാം തോടാണ്. ഇവിടെ കുളിക്കാൻ മതിയായ സൗകര്യങ്ങളുമുണ്ട്. അതിനിടയിലാണ് കുറച്ചപ്പുറത്തായി മനോഹരമായ ഒരു കാഴ്ചയിൽ കണ്ണുടക്കിയത്. ഈ അയ്യപ്പന്മാർ കാട്ടരുവിയിലെ കല്ലുപെറുക്കി ഒരു പാറക്കല്ലിന് മുകളിലായി അടുക്കി വെച്ചുകൊണ്ട് ഒരു കൊച്ചു ശില്പം തീർക്കുന്നു. പാഴ്വസ്തുവിൽ തീർത്തതായാലും വിലപിടിപ്പുള്ള ലോഹത്തിൻ്റെതായാലും ഏതൊരു ശില്പത്തിൻ്റെയും മൂല്യം അത് രൂപപ്പെടുത്താൻ ശില്പി കാണിച്ച ആത്മസമർപ്പണത്തിലാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ശില്പികൾ അയ്യനെ കാണാൻ യാത്രയായെങ്കിലും ശില്പങ്ങൾ സ്വതന്ത്രരായിരുന്നു. ഏത് നിമിഷവും ഈ ജലയാത്രയിൽ പ്രകൃതിയോട് വീണ്ടും കൂടിച്ചേരാൻ. ഏറ്റവും കഠിനമായ കരിമല കയറ്റത്തിനുള്ള തയ്യാറെടുപ്പിൽ അടിവാരത്ത് നിന്ന് മുന്നോട്ട് നടന്നു നീങ്ങി. മണ്ഡലപൂജയ്ക്ക് ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ അണിയിക്കുന്ന ഒരു അലങ്കാരമാണ് തങ്കയങ്കി. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ നൽകിയതാണ് 420 പവൻ തൂക്കമുള്ള തങ്കയങ്കി. ശബരിമലയുടെ മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയോളം പരിപാവനമായ പ്രാധാന്യം കൽപ്പിക്കുന്ന 18 പടികളുണ്ടെന്നതാണ്. 18 വിധത്തിലുള്ള കലുഷതകളെ നാം ജയിക്കണമെന്ന തത്വമഹിമയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. അടുത്ത 8 പടികൾ കാമ, ക്രോധ, ലോഭ, മോഹങ്ങളായ അഷ്ടരാഗങ്ങളെ സൂചിപ്പിക്കുന്നു. അടുത്ത 3 പടികൾ സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. 17-ാം പടി അവിദ്യ അഥവാ അജ്ഞതയെയും 18-ാം പടി വിദ്യ അഥവാ ജ്ഞാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു.
അങ്ങനെ 18-ാം പടിയും കടന്നെത്തുമ്പോൾ താൻ കേവലം ജീവാത്മാവ് മാത്രമാണെന്നും തൻ്റെ പരമമായ ലക്ഷ്യം പരമാത്മാവിൽ വിലയം പ്രാപിക്കുക എന്നതാണെന്നുമുള്ള പരമാർത്ഥ ബോധമുണ്ടാവുന്നു. അത് അടിവരയിടുന്നതാണ് സന്നിധാനത്തെ തത്വമസി എന്ന വേദവാക്യം. നീ തന്നെയാണ് നിന്നിലെ ഈശ്വരൻ എന്ന തിരിച്ചറിവല്ലേ ഒരു വിശ്വാസിയുടെ ഈശ്വര സാക്ഷാത്കാരവും. ഈ കഠിനമല താണ്ടുന്നതിന് മുൻപ് അസ്വസ്ഥതകൾ തോന്നുന്നവർ ആരോഗ്യാവസ്ഥ പരിശോധിച്ചുറപ്പിക്കുന്നത് ഉചിതമാണ്. പല തട്ടുകളായി കുത്തനെയുള്ള കയറ്റമാണ് കരിമല. അതോടൊപ്പം കാട്ടാനകളെയും കാട്ടുപോത്തുകളുടെയും വിഹാര കേന്ദ്രം കൂടിയാണിവിടം. ഇഴജന്തുക്കളും ഒട്ടും കുറവല്ല. കരിമല ടോപ്പ് എത്തുമ്പോൾ കാണുന്ന കരിമലനാഥൻ്റെ ക്ഷേത്രത്തിൽ വണങ്ങിയാൽ പിന്നെ അങ്ങോട്ട് കുത്തനെയുള്ള കരിമല ഇറക്കമാണ്. അത് ഇറങ്ങിച്ചെല്ലുന്നത് വലിയാനവട്ടത്താണ്. പക്ഷേ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ യാത്ര വൈകിയെങ്കിലും ഫോറസ്റ്റ് ഗാർഡുമാരുടെ സഹായത്താൽ അവസാന താവളമായ വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്നു. അപ്പോഴേക്കും നേരം വല്ലാതെ ഇരുട്ടിയിരുന്നു. അങ്ങനെ ഭക്തിനിർഭരമായൊരു വരവേൽപ്പോടെ പമ്പാ നദിക്കരയിലെ താവളത്തിലേക്കെത്തി. പുണ്യനദിയിൽ മുങ്ങിക്കുളിച്ച് വിശ്രമിക്കുവാനുള്ള നേരമായി. ഇനി അയ്യനെ കാണാൻ അതിരാവിലെ സന്നിധാനത്തേക്ക്.